അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 8ാം ക്ലാസ്സിലെ ഫിഖ്ഹിൻ്റെ 2ാം പാഠത്തിൻ്റെ ക്ലാസ്സാണ്. അദ്ദർസു സാനി, രണ്ടാമത്തെ പാഠം, ഇയാദത്തുൽ മരീദി, രോഗിയെ സന്ദർശിക്കൽ. ഇയാദത്തുൽ മരീദ് സുന്നത്തുൻ, രോഗസന്ദർശനം സുന്നത്താണ്. ഫീഹ അജ്റുൻ കബീർ, രോഗസന്ദർശനത്തിൽ വലിയ പ്രതിഫലമുണ്ട്. വഹിയ, രോഗസന്ദർശനം, സബബുൻ, കാരണമാണ്, ലിതഅലീഫിൽ ഖുലൂബി, ഹൃദയങ്ങളുടെ ഇണക്കത്തിന് കാരണമാണ്, വതഖ്ഫീഫിൽ അലമി, വേദന ലഘുവാകാൻ അല്ലെങ്കിൽ വേദന കുറയാൻ കാരണമാണ്, അനിൽ മരീദി, രോഗിയെ തൊട്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ആദ മരീദൻ, ആരെങ്കിലും രോഗിയെ സന്ദർശിച്ചാൽ, ലം യസൽ, അവൻ ആയിക്കൊണ്ടേയിരിക്കും, ഫി ഖുർഫത്തിൽ ജന്ന, സ്വർഗത്തിലെ ഖുർഫയിൽ ആയിക്കൊണ്ടേയിരിക്കും, ഹത്താ യർജിയ, രോഗസന്ദർശനത്തിൽ നിന്ന് അവൻ മടങ്ങുന്നത് വരെ. ഖീല, ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, വമാ ഖുർഫത്തുൽ ജന്ന, സ്വർഗത്തിലെ ഖുർഫ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖാല, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ജനാഹ, സ്വർഗത്തിൽ പറിച്ചെടുക്കപ്പെടുന്ന പഴങ്ങളാണ്. അതായത് എളുപ്പത്തിൽ നന്മകൾ കൊയ്തു കൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. ആദാബു ഇയാദത്തുൽ മരീദി, രോഗിയെ സന്ദർശിക്കുന്നതിൻ്റെ അദബുകൾ, മര്യാദകൾ. മിൻഹ, അതിൽപ്പെട്ടതാണ്, മര്യാദകളിൽപ്പെട്ടതാണ്, ഇഖ്ലാസുൻ നിയ്യത്തി ലില്ലാഹി തആല, അള്ളാഹുവിനോടുള്ള കരുത്ത് ഇഖ്ലാസുള്ളതാക്കുക, നിഷ്കളങ്കമാക്കുക, നിയ്യത്ത് നിഷ്കളങ്കമാക്കുക. പ്രതിഫലം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് രോഗസന്ദർശനം നടത്തുന്നതെന്ന് കരുതാം. വതഖ്ഫീഫുൽ ജുലൂസി ഇൻദഹു, രോഗിയുടെ അടുക്കൽ ഇരിക്കൽ ഖഫീഫാക്കുക, ലഘുവാക്കുക, കുറഞ്ഞ ടൈം ഇരിക്കുക. വദ്ദുആഉ ലിൽ മരീദി, രോഗിക്ക് വേണ്ടി ദുആ ചെയ്യുക. ബിമിസ്ലി ഖൗലിഹി, അവൻ്റെ വാക്കുപോലെ, അസ്അലുല്ലാഹൽ അദീമ അൻ യശ്ഫിയക, അസ്അലുല്ലാഹ, അള്ളാഹുവിനോട് ഞാൻ ചോദിക്കുന്നു, അൽ അദീമ, ഉന്നതനായ അള്ളാഹുവിനോട് ഞാൻ ചോദിക്കുന്നു, അൻ യശ്ഫിയക, നിനക്ക് ശിഫാ ആകലിനെ, നീ സുഖപ്പെടലിനെ ഞാൻ ചോദിക്കുന്നു എന്നുള്ള ദുആ ചെയ്യുക. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിരുന്നു, ഇത് ആദ മരീദൻ, രോഗിയെ സന്ദർശിച്ചാൽ, യഖൂലു, പറയുമായിരുന്നു, ലാ ബഅസ തുഹൂറൻ ഇൻഷാ അല്ലാഹ്, ലാ ബഅസ, കുഴപ്പമില്ല അല്ലെങ്കിൽ സാരമില്ല, തുഹൂറൻ, രോഗം സുഖപ്പെടും, ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്ന് പറയുമായിരുന്നു. വയുസന്നു, സുന്നത്താക്കപ്പെടും, തർക്കുമ, ഒന്ന് ഉപേക്ഷിക്കൽ, യുഹ്സിനുഹു, രോഗിക്ക് സങ്കടമുണ്ടാകും അല്ലെങ്കിൽ രോഗിക്ക് ദുഃഖമുണ്ടാകും, അങ്ങനത്തെ ഉപേക്ഷിക്കുക. മിനൽ കലാമി, സംസാരത്തിൽ നിന്ന് രോഗിയെ ദുഃഖിപ്പിക്കുന്ന, രോഗിയെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക, അത് സുന്നത്താണ്. വ തത്വീബു നഫ്സിൽ മരീദി, രോഗിയുടെ ശരീരത്തെ ആശ്വസിപ്പിക്കലും സുന്നത്താണ്. വ ഇദ്ഖാലു സുറൂരി അലൈഹി, രോഗിയുടെ മേൽ സന്തോഷം പ്രവേശിപ്പിക്കലും സുന്നത്താണ്, സന്തോഷം നൽകുക, അതും സുന്നത്താണ്. വ ഖിദ്മത്തുഹു, രോഗിക്ക് സേവനം ചെയ്യുക, ബിമ, ഒന്നുകൊണ്ട് സേവനം ചെയ്യുക, യഹ്താജു ഇലൈഹി, രോഗിയിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൊണ്ട് സേവനം ചെയ്യുക, ഇൻ അംകന, അവന് സൗകര്യപ്പെട്ടാൽ, അവന് കഴിയുന്ന സഹായമാണെങ്കിൽ ചെയ്തു കൊടുക്കുക എന്നർത്ഥം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാമിൻ മുസ്ലിമിൻ, ഒരു മുസ്ലിമും ഇല്ല, യഊദു മുസ്ലിമൻ, മറ്റൊരു മുസ്ലിമിനെ അവൻ സന്ദർശിക്കുന്നു, ഗുദുവത്തൻ, പ്രഭാതത്തിൽ, രാവിലെ സന്ദർശിക്കുന്നു, ഇല്ലാ സ്വല്ല അലൈഹി, അവൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലിയിട്ടല്ലാതെ ഇല്ല, അതായത് അവൻ്റെ മേൽ നിർബന്ധമായും സ്വലാത്ത് ചൊല്ലും എന്നർത്ഥം. സബൂന അൽഫ മലക്കിൻ, 70,000 മലക്കുകൾ, ഹത്താ യുംസിയ, പ്രദോഷമാകുന്നതുവരെ, വൈകുന്നേരമാകുന്നതുവരെ 70,000 മലക്കുകൾ അവൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലും. അപ്പോൾ ആരെങ്കിലും രാവിലെ ഒരു രോഗിയെ സന്ദർശിച്ചാൽ വൈകുന്നേരമാകുന്നതുവരെ 70,000 മലക്കുകൾ അവന് പൊറുക്കപ്പെടാൻ വേണ്ടിയിട്ട് സ്വലാത്ത് ചൊല്ലും, ദുആ ചെയ്യും എന്നർത്ഥം. വൈൻ ആദഹു അഷിയത്തൻ, ആരെങ്കിലും രോഗിയെ വൈകുന്നേരം സന്ദർശിച്ചാൽ, ഇല്ലാ സ്വല്ല അലൈഹി, അവൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലിയിട്ടല്ലാതെ ഇല്ല, സബൂന അൽഫ മലക്കിൻ, 70,000 മലക്കുകൾ, ഹത്താ യുസ്ബിഹ, പ്രഭാതമാകുന്നതുവരെ, സുബിഹ ആകുന്നതുവരെ. തുർമുദി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മാ യുസന്നു ഇന്ദൽ മുഹ്തദരി, മരണമാസന്നമാരുടെ അടുക്കൽ സുന്നത്തായ കാര്യങ്ങൾ.
തെൽഖീനുഹു അവന് ചൊല്ലിക്കൊടുക്കുക ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കുക. ബിരിഫ്ഖിൻ മൃദുലമായിട്ട് മയമായിട്ട് ചൊല്ലിക്കൊടുക്കുക. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ലഖിനു നിങ്ങൾ ചൊല്ലിക്കൊടുക്കൂ മൗതാക്കും നിങ്ങളിൽ നിന്ന് മരണമാസന്നമായവർക്ക്. മൗതാക്കും എന്നുള്ളതിൻ്റെ ഉദ്ദേശം അതായത് മൻ ഹളറഹുൽ മൗത്തു മരണം ഹാജരായവനെ മരണം എത്തിയവന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കുക. മരിക്കാനായവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കുക. റവാഹു മുസ്ലിം ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. തസ്ജീഉഹു രോഗിയെ പ്രേരിപ്പിക്കുക അലാ ഹുസ്നിൽ വന്നി ബില്ലാഹി തആല അള്ളാഹുവിനോടുള്ള ഹുസ്നുൽ വന്നി നല്ല ഭാവനയുടെ മേൽ പ്രേരിപ്പിക്കുക. അള്ളാഹുവിനെക്കുറിച്ച് നല്ലത് ഭാവിക്കുക. അള്ളാഹു തആല പുറത്തു തരും, കരുണ ചെയ്യും എന്നുള്ളതൊക്കെ അവനെ പറഞ്ഞിട്ട് പ്രേരിപ്പിക്കുക. അദ്ദുആഉ ലഹു അവന് വേണ്ടി ദുആ ചെയ്യുക. ബിർറഹ്മത്തി കാരുണ്യത്തിന് വേണ്ടി ദുആ ചെയ്യുക. വസ്സബാത്തി സ്ഥിരതയ്ക്ക് വേണ്ടിയിട്ടും ദുആ ചെയ്യുക. സുബൂത്താകാൻ വേണ്ടി സ്ഥിരത ആകാൻ വേണ്ടിയിട്ട് ദീനുൽ ഇസ്ലാമിൽ സ്ഥിരത ഉണ്ടാകാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഖബറിൽ സ്ഥിരത ഉണ്ടാകാൻ വേണ്ടിയിട്ട്, ചോദ്യം ചോദിക്കുന്നതിലൊക്കെ സ്ഥിരത ഉണ്ടാകാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യുക. തൽത്തീഫുൽ കലാമി സംസാരം ലുതുഫാക്കുക. ലുതുഫ് റിഫ്ഖ് എന്ന് പറഞ്ഞാലൊക്കെ ഒന്നാണ്. മയമാക്കുക, മൃദുലമായി സംസാരിക്കുക. മാഹു അവനോട് കൂടെ. വാദമു ഇസ് ആജിഹി ബുദ്ധിമുട്ടിക്കാതിരിക്കുക, രോഗിയെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. ഇതെല്ലാം സുന്നത്തായ കാര്യങ്ങളാണ്. അപ്പോൾ മൃദുലമായി സംസാരിക്കുക, അതുപോലെ രോഗിയെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. ഇൽജാഹു രോഗിയെ ചരിച്ചു കിടത്തുക. ലി ജംബിഹിൽ ഐമൻ വലത് ഭാഗത്തിലേക്ക്. ഇലൽ ഖിബ്ലത്തി ഖിബ്ലയിലേക്കായിട്ട് വലത് ഭാഗത്തിൻ്റെ മേൽ ചരിച്ചു കിടത്തുക. ഫൈൻ താസറ ഇനി ബുദ്ധിമുട്ടായാൽ ദാലിക അത് ബുദ്ധിമുട്ടായാൽ അങ്ങനെ വലത് ഭാഗത്തിൻ്റെ മേലിൽ ഖിബ്ലയിലേക്ക് ചരിച്ചു കിടത്താൻ ബുദ്ധിമുട്ടായാൽ ഫമുസ്തൽഖിയൻ മലർത്തി കിടത്തുക. വവജുഹുഹു അവൻ്റെ മുഖവും വാഹ്മസ്വാഹു അവൻ്റെ രണ്ട് കാൽപാദവും ലിൽ ഖിബ്ലത്തി ഖിബ്ലയിലേക്കാക്കുക. അങ്ങനെ നേരെ കടത്തുക, ഖിബ്ലയിലേക്കാക്കിയിട്ട് കടത്തുക. ഖിറാഅത്ത് സൂറത്ത് യാസീൻ സൂറത്ത് ഓതുക. സൂറത്ത് റാഅദും ഓതുക. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇഖ്റഊ നിങ്ങൾ ഓതൂ സൂറത്ത് യാസീൻ സൂറത്ത് നിങ്ങൾ ഓതൂ. എന്ത് മൗത്താക്കും നിങ്ങൾ നിന്ന് മരണമാസന്നമാരുടെ അടുക്കൽ. യാനി ഉദ്ദേശിക്കുന്നത് അൽ മുഹ്തദരീന എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അൽ മുഹ്തദർ എന്ന് പറഞ്ഞാൽ മൻ ഒരുത്തനാണ് ഖറുബത്ത് വഫാത്തുഹു അവൻ്റെ വഫാത്ത് അടുത്തിരിക്കുന്നു. അതായത് മരണമാസന്നമായവരുടെ അടുക്കൽ നിങ്ങൾ സൂറത്ത് യാസീൻ ഓതുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. വറദ വന്നിരിക്കുന്നു, ഹദീസിൽ വന്നിരിക്കുന്നു. മൻ ഖറഅ ആരെങ്കിലും ഓതിയാൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് ഓതിയാൽ ഫീ മറളി മൗത്തിഹി അവൻ്റെ മരണരോഗത്തിൽ മരിക്കുന്നതായ രോഗത്തിൽ അവൻ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാൽ 100 മറത്തിൽ 100 പ്രാവശ്യം ലം യുഫ്തൻ ഫീ ഖബ്രിഹി അവൻ്റെ ഖബറിൽ പരീക്ഷിക്കപ്പെടുകയില്ല. അവൻ്റെ ഖബറിൽ പിന്നെ പരീക്ഷണം ഉണ്ടാവുകയില്ല. ഖബറിലുള്ള ഓരോ കാര്യങ്ങളും പരീക്ഷണമാണ്, അതൊന്നും ഉണ്ടാവുകയില്ല. വ ഉമിന രക്ഷപ്പെടും മിൻ ലൊഖ്തത്തുൽ ഖബർ ഖബറിൻ്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും. ലൊഖ്തത്ത് പറഞ്ഞാൽ ഇടുക്കം അല്ലെങ്കിൽ അമർത്തൽ, ഞെരുക്ക എന്നൊക്കെയാണ് അർത്ഥം. വറദ അയ്ളൻ വീണ്ടും വന്നിരിക്കുന്നു, വീണ്ടും ഹദീസിൽ വന്നിരിക്കുന്നു. മൻ ഖാല ആരെങ്കിലും പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അൻത നീ അല്ലാതെ ആരാധ്യനില്ല, സുബ്ഹാനക നിന്നെ പരിശുദ്ധനാക്കുന്നു, ഇന്നി കുൻതു മിനൽ ളാലിമീൻ തീർച്ചയായും ഞാൻ ളാലിമീങ്ങളിൽപ്പെട്ട ആളാണ്, അക്രമികൾപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞാൽ 40 മറത്തിൽ 40 പ്രാവശ്യം ഫി മർദിഹി അവൻ്റെ രോഗത്തിൽ പറഞ്ഞു. ഫമാത ഫീഹി ആ രോഗത്തിൽ അവൻ മരണപ്പെടുകയും ചെയ്താൽ ഓത്തിയ അവന് നൽകപ്പെടും അജ്റ ഷഹീദിൻ്റെ പ്രതിഫലം അവന് നൽകപ്പെടും. വൈൻ ബരിയ സുഖമായാൽ രോഗം സുഖമായാൽ ബരിഅ മഗ്ഫൂർ ലഹു അവന് മഗ്ഫൂറായ രൂപത്തിൽ സുഖപ്പെട്ടു. മഗ്ഫൂർ എന്നാൽ പൊറുക്കപ്പെട്ടവനായ നിലയിൽ അവന് രോഗം സുഖമായി. അപ്പോൾ അവൻ്റെ ദോഷങ്ങളെല്ലാം പൊറുക്കപ്പെടും എന്നർത്ഥം. അടുത്ത തദ്രീബാത്ത് നോക്കാം. ലൗ
നീ ഇടുക. ഒന്ന്, അയ്യാദത്തുൽ മരീദ് സുന്നത്തുൻ, രോഗസന്ദർശനം സുന്നത്താണ്, ശരിയാണ്, രോഗസന്ദർശനം സുന്നത്താണ്. 2, യുസന്നു സുന്നത്താക്കപ്പെടും ഇത്വാലത്തുൽ ജുലൂസ് എന്തൽ മരീദി, രോഗിയുടെ അടുക്കൽ കൂടുതൽ നേരം ഇരിക്കൽ സുന്നത്താക്കപ്പെടും. ഇത്വാലത്താണ് ദീർഘിപ്പിക്കുക, ഇരുത്തം ദീർഘിപ്പിക്കൽ സുന്നത്താക്കപ്പെടും. അത് തെറ്റാണ്, ഇരുത്തം ദീർഘിപ്പിക്കൽ സുന്നത്തല്ല. യുസന്നു സുന്നത്താക്കപ്പെടും ദുആഉൽ മരീദി, മരീദിന് വേണ്ടി ദുആ ചെയ്യുക, രോഗിക്ക് വേണ്ടി ദുആ ചെയ്യുക. ബിഷിഫായി, ഷിഫയാകൽ കൊണ്ട്, രോഗം സുഖപ്പെടാൻ വേണ്ടി ദുആ ചെയ്യുക, അത് ശരിയായ കാര്യമാണ്. അപ്പോൾ 1, 3 ശരി, 2 തെറ്റ്. 2, അക്മിൽ, നീ പൂർത്തിയാക്കൂ. ദുആഉ ലിൽ മരീദി, മരീദിനിക്കുള്ള ദുആ, രോഗിക്കുള്ള ദുആ, ബി മിസ്ലി ഖൗലിഹി, അവൻ്റെ വാക്ക് പോലെയാണ്. അസ്അലുല്ലാഹ, അള്ളാഹുവിനോട് ഞാൻ ചോദിക്കുന്നു, അൽ അലീമ, ഉന്നതനായ, അൻ യശ്ഫിയക, നിന്നെ ഷിഫയാക്കലിനെ, നിന്നെ സുഖപ്പെടുത്തലിനെ ഞാൻ ചോദിക്കുന്നു. ബാക്കി എഴുതി കൊടുക്കുക. മിൻ ആദാബി അയാദത്തിൽ മരീദി, രോഗിയെ സന്ദർശിക്കുന്നതിൻ്റെ ആദാബിൽപ്പെട്ടതാണ്, മര്യാദകളിൽപ്പെട്ടതാണ്. തഖ്ഫീഫു, ലഘുവാക്കുക. തഖ്ഫീഫുൽ ജുലൂസി അൻദഹു, രോഗിയുടെ അടുക്കൽ ഇരുത്തം ലഘുവാക്കുക. 3, യുസന്നു സുന്നത്താക്കപ്പെടും തൽഖീനുൽ മുഹ്തദരി, മരണമാസന്നമാവന് ചൊല്ലിക്കൊടുക്കൽ സുന്നത്താക്കപ്പെടും. എന്താ ചൊല്ലേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. 3, ഇഖ്തരി സ്വഹീഹ, സ്വഹീഹ് നീ തിരഞ്ഞെടുക്കൂ. 1, മിമ്മാ യുസന്നു ഇൻദൽ മുഹ്തദരി, മരണം ആസന്നമാരുടെ അടുക്കൽ സുന്നത്തായ കാര്യങ്ങൾ. തഖ്വീഫുഹു, അവനെ ഭയപ്പെടുത്തുക, എന്തെങ്കിലും പറഞ്ഞിട്ട് ഭയപ്പെടുത്തുക. ഖിറാഅത്തു സൂറത്ത് യാസീൻ, സൂറത്ത് യാസീൻ ഓതുക. ജീം, തർക്കുഹു വഹദഹു, അവനെ ഒറ്റക്കായിട്ട് ഉപേക്ഷിക്കുക, ഒറ്റക്കായിട്ട് കടത്തുക എന്നർത്ഥം. ഇതിൽ രണ്ടാമത്താണ് ശരി. ഖിറാഅത്ത് സൂറത്ത് യാസീൻ സൂറത്ത് ഓതുക. മിൻ ആദാബി അയാദത്തിൽ മരീദി, രോഗിയെ സന്ദർശിക്കുന്നതിൻ്റെ അദബുകളിൽപ്പെട്ടതാണ്, മര്യാദകളിൽപ്പെട്ടതാണ്. ഇത്വാലത്തുൽ ജുലൂസി, ഇരുത്തം ദീർഘിപ്പിക്കുക. തത്വീബു നഫ്സിഹി, അവൻ്റെ നഫ്സിനെ ആശ്വസിപ്പിക്കുക അല്ലെങ്കിൽ സന്തോഷിപ്പിക്കുക. ജീം, ദിക്റു മാ യുഹ്സിനുഹു, അവന് ബുദ്ധിമുട്ടാകുന്ന, അവന് സങ്കടമുണ്ടാകുന്ന കാര്യങ്ങൾ പറയുക. ഹുസ്ൻ എന്ന് പറഞ്ഞാൽ സങ്കടം, ദുഃഖം എന്നൊക്കെയാണ് അർത്ഥം. ഇതിൽ രണ്ടാമത്തതാണ് ശരി. തത്വീബു നഫ്സിഹി, അവൻ്റെ ശരീരത്തെ സന്തോഷിപ്പിക്കുക അല്ലെങ്കിൽ ആശ്വസിപ്പിക്കുക. 4, അജിബ്, നീ ഉത്തരം നൽകൂ. മനിൽ മുഹ്തദറു, മുഹ്തദർ എന്ന് പറഞ്ഞാൽ ആരാണ്? മൻ ഖറുബത്ത് വഫാത്തുഹു, വഫാത്ത് അടുത്ത ആളാണ്, മരിക്കാനായ ആളാണ്. ഉദ്കുർ സലാസത്തൻ, 3 നീ പറയൂ. മിൻ ആദാബി അയാദത്തിൽ മരീദ്, രോഗിയെ സന്ദർശിക്കുന്നതിൻ്റെ മര്യാദകളിൽപ്പെട്ട 3 കാര്യം നീ പറയൂ. നമ്മൾ പുസ്തകത്തിൽ 7 കാര്യം പറഞ്ഞിട്ടുണ്ട്. 1, ഇഖ്ലാസുൻ നിയ്യത്തി ലില്ലാഹി തആല. 2, തഖ്ഫീഫുൽ ജുലൂസി അൻദഹു, അവൻ്റെ അടുക്കൽ ഇരുത്തം ലഘുവാക്കുക, ഒന്നാമത്തേത് നിയ്യത്ത് നന്നാക്കുക. 3, വദ്ദുആഉ ലിൽ മരീദി, രോഗിക്ക് വേണ്ടി ദുആ ചെയ്യുക. 4, തർക്കുമാ യുഹ്സിനുഹു മിനൽ കലാമി, സംസാരത്തിൽ നിന്ന് ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക. 5, തത്വീബു നഫ്സിൽ മരീദി, രോഗിയുടെ ശരീരത്തിന് സമാധാനം നൽകുക അല്ലെങ്കിൽ ആശ്വസിപ്പിക്കുക. 6, ഇദ്ഖാലു സുറൂരി അലൈഹി, രോഗിയുടെ മേൽ സന്തോഷം പ്രവേശിപ്പിക്കുക. 7, ഖിദ്മത്തുഹു ബിമാ യഹ്താജു ഇലൈഹി ഇൻ അംകന, സൗകര്യപ്പെട്ടാൽ അവൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഖിദ്മത്ത് ചെയ്യുക, അവന് ആവശ്യമുള്ള കാര്യങ്ങൾ ഖിദ്മത്ത് ചെയ്യുക, അതായത് സേവനം ചെയ്യുക. 3, കൈഫ യുൽജാൽ മുഹ്തദറു, മരണമാസന്നമാവനെ എങ്ങനെയാണ് കിടത്തേണ്ടത്? ഇൽജാഹു ലി ജംബിഹിൽ ഐമൻ ഇൽ ഖിബ്ലത്തി, ഖിബ്ലയിലേക്ക് നേരെ വലത് ഭാഗത്തിന് മേൽ ചിരിച്ച് കിടത്തുക. ഫൈൻ താസറ ദാലിക, അത് ബുദ്ധിമുട്ടായാൽ ഫമുസ്തൽഖിയൻ, മലർത്തി കിടത്തുക. വവജുഹു അഖ്മസ്വാഹു ലിൽ ഖിബ്ലത്തി, മുഖവും 2 കാൽപാദങ്ങളും ഖിബ്ലയിലേക്ക് നേരെ ആവുന്ന രൂപത്തിൽ കിടത്തുക. അതാണ് അതിൻ്റെ ആൻസർ. 4, മാദാ നഖൂലു ലിൽ മരീദ് ഇൻദൽ അയാദത്തി, അയാദത്തിൻ്റെ സമയത്ത്, രോഗസന്ദർശനത്തിൻ്റെ സമയത്ത് രോഗിയോട് നാം എന്താണ് പറയേണ്ടത്? 1, ദുആ ചെയ്യുക, അസ്അലുല്ലാഹൽ അദീമ യശ്ഫിയക എന്നുള്ള ദുആ ചെയ്യുക. രണ്ടാമത്തത് ലാ ബഅസ തുഹൂറിൻ ഇൻഷാ അല്ലാഹ് എന്നും പറയുക. ഈ 2 കാര്യങ്ങളും എഴുതുക. 5, അന്നശാതു തത്ബീഖിയു, പ്രായോഗിക പ്രവർത്തനങ്ങൾ. നഊദുൽ മർള ഫി മഹല്ലത്തിന, നമ്മുടെ മഹല്ലത്തിലുള്ള രോഗിയെ നമുക്ക് സന്ദർശിക്കാം. വനബ്ഹസു, നമുക്ക് അന്വേഷിക്കാം. അൻ അഹ്വാലിഹിം, അവരുടെ അവസ്ഥകളെക്കുറിച്ച് അന്വേഷിക്കാം. വനഖ്ദിമുഹും, അവർക്ക്
നാം ഖിദ്മത്ത് ചെയ്യാം, സേവനം നൽകാം. ബിമാ തയസ്സറ, എളുപ്പമുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് അവർക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യാം. അത് നമ്മൾ പ്രവർത്തിക്കേണ്ട പ്രായോഗിക പ്രവർത്തനമാണ്. മനസ്സിലാകാത്തവർ ചോദിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നാഫിയ ഇൽമ പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.